ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് വിനോദ് ബാബു, വി ഫോക്ക് ബാൻഡ് പാലോട്. ഇന്ന് ഞാൻ പണിയിലാണ്. അപ്പോൾ ഒരുപാട് ദൂരം അങ്ങോട്ട് ഇന്നിവിടെ മുകളിൽ റബ്ബറാണ് മുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് റബ്ബർ കടത്തി വെക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ ഓരോരുത്തർ കടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂരം, നല്ല വെയിറ്റാണ്, ഫുള്ള് കാട് പിടിച്ച സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ റബ്ബറൊക്കെ മുറിച്ചിട്ട് കൊണ്ടുപോകണം. അവിടെയും ഒരുപാട് സ്ഥലത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് വണ്ടി വന്നാൽ ലോഡ് കയറ്റി വിടണം. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള പണികളാണ്, സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പണികളാണ്, മരം എടുത്ത് മുറിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും പരമാവധി നിങ്ങളെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മളെ നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ വരും. അപ്പോൾ എന്തായാലും കുറച്ച് ഭയങ്കര ക്ഷീണത്തിലാണ്. കാരണം ഭയങ്കര ഒരു മലയാണ്, മലയുടെ മുകളിലാണ് റബ്ബർ മുറിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ബാക്കിൽ കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് കാണിച്ചു തരാം, ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നാണ് ഞങ്ങൾ റബ്ബർ മുറിച്ചിട്ട് ഇങ്ങോട്ട് താഴേക്ക് റോട്ടിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഞാൻ ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. കാണാനുണ്ടോ? ഇപ്പോൾ നല്ല മഴ പെയ്തിട്ട് നല്ല മഞ്ഞ് മൂടി നിൽക്കുന്ന പോലെയാണ് ഇവിടെ. കണ്ടോ? ഇതിൻ്റെ മുകളിൽ നിന്നാണ് ഞങ്ങൾ റബ്ബർ മുറിച്ചത്. ഇവിടെ കുറേ കഷ്ണങ്ങൾ കുറച്ച് ഇവിടെ കൊടുന്നിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കുറേ കടത്തി കഴിഞ്ഞു. ഇവിടെ ഇത് കണ്ടോ, മുറിച്ച് കുറേ കൊണ്ടുപോയി. ഇനിയിപ്പോൾ അവിടെ അതൊക്കെ മുറിച്ച ഇതാണ്. അതിൻ്റെ മുകളിൽ നിന്ന് മുറിച്ച് കൊടുന്ന് ഉണ്ടോ, നല്ല മഴയായിരുന്നു. മഴ കാരണം നല്ല മഞ്ഞ് മൂടി നിൽക്കുകയാണ്. ഉണ്ടോ ഈ സ്ഥലം കണ്ടോ? നമ്മൾ ഫുള്ള് കാട് പിടിച്ച് നിൽക്കുകയാണ്. അടിപൊളി സ്ഥലമാണ്. കണ്ടോ, നല്ല സൂപ്പർ. ഇതിൻ്റെ മുകളിൽ നിന്നാണ് ഞങ്ങൾ റബ്ബർ ആളുകൾ വരുന്നുണ്ടോ. അപ്പോൾ ഇതിഞ്ഞ് പിടിച്ചു കൊടുക്കണം. ഇവിടുന്ന് പിടിച്ച് അതും കൂടിയേ കടത്താനുള്ളൂ. ഇതും കൂടി കടത്തി കഴിഞ്ഞാൽ പിന്നെ വണ്ടി വന്നാൽ ഞങ്ങൾ ലോഡ് കയറ്റും. അടിപൊളി സ്ഥലമല്ലേ. ഇവിടുന്നാണ് ഞങ്ങൾ അങ്ങോട്ട് കയറ്റണം. ഒരുപാട് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ കുറച്ച് കൊണ്ടിടും, എന്നിട്ട് അവിടെ തന്നെ ഇടും, എന്നിട്ട് അവിടുന്ന് കയറ്റും. അങ്ങനെയാണ്. റോഡിലേക്ക് എത്തിയോ? അപ്പോൾ ഇതുപോലെ ഇത്രയും അവിടുന്ന് കുറേ ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ നടന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മുറിക്കുന്നതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ പണിയുടെ ഭാഗമായിട്ട് മരം മുറിക്കുന്ന രംഗമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെന്താ വെച്ചാൽ ഞങ്ങൾ മുറി കഴിഞ്ഞിട്ടുള്ള കൊണ്ടുപോയി കിടത്തുന്ന ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ പണി. അതായത് പ്രോഗ്രാം സീസൺ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു പണിയാണ്. നമ്മൾ ഇതുപോലെ റബ്ബർ പല മരങ്ങളും നമ്മൾ എടുത്തിട്ട് അത് പീസാക്കി നമ്മൾ ഈ ഫ്ലൈവുഡൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയിൽ കൊണ്ട് കൊടുക്കും. നമ്മൾ ടന്നിന് ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സീസൺ കഴിഞ്ഞാലുള്ള ഒരു പരിപാടി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മൾ ഓരോ കലാകാരനും പല വർക്കുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ചിലവർ കൂലിപ്പണിയാണ്. അപ്പോൾ എല്ലാവരും പല രീതിയിലുള്ള കലാകാരന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. കേരളത്തിൽ നിന്നല്ല, ഒട്ടനവധി കലാകാരന്മാർ പല സ്ഥലത്തു നിന്നുള്ള ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും പലവർക്കും പല രീതിയിലുള്ള പണി. അപ്പോൾ എൻ്റെ പണി ഇതാണ്. അതായത് നമ്മൾ മരമെടുത്ത് വിൽക്കുന്ന ഒരു പരിപാടി. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് നല്ല പാട്ടുകളൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പറയുകയാണ്. അപ്പോൾ എന്തായാലും നല്ല പാട്ടുകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ടാറ്റ.